നമസ്കാരം. പുനർജനി രഹസ്യങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രപഞ്ചത്തിന്റെ ഊർജ്ജതത്വത്തിൽ നിന്നും രൂപം കൊണ്ട മാസ്റ്റർ സോളുകളാണ് നമ്മൾ സിദ്ധന്മാർ എന്ന് വിളിച്ചു പോകുന്നത്. നമ്മൾ പ്രധാനമായി കേട്ടിട്ടുള്ളത് 18 സിദ്ധന്മാരെ കുറിച്ചാണ്. എന്നാൽ ആ ശ്രേണിയിൽപ്പെട്ട മാസ്റ്റർ സോളുകൾ അതിലും അധികമുണ്ട്. നമ്മളുടെ അറിവിൽ അവർ അവരുടെ കർമ്മം പൂർത്തിയാക്കി ആയതിനാൽ അവർക്ക് ഇനിയൊരു ജന്മം ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കില്ല എന്നും വിശ്വസിക്കുന്നു. സത്യത്തിൽ ഇവരെല്ലാം അവരുടെ മാസ്റ്റർ സോളിന്റെ അംശം മാത്രമാണ്. ഈ അംശത്തിന്റെ കർമ്മം പൂർത്തിയായെങ്കിലും അവർ വീണ്ടും പുതിയ ദൗത്യവുമായി ഭൂമിയിൽ പിറവിയെടുക്കാറുണ്ട്. അപ്പോൾ മറ്റൊരു സംശയം വരാം, മാസ്റ്റർ സോളുകൾ ഭാരതത്തിന്റെ മാത്രം ആണോ എന്ന്. അല്ല, അവർ ഭൂമി മുഴുവനായും മറ്റു ജീവലോകങ്ങളിലും ഒരേപോലെ പ്രവർത്തിക്കുന്നു. നമ്മൾ വിചാരിക്കുന്നത് പോലെ സിദ്ധന്മാർ എന്നാൽ സന്യാസി വേഷത്തിൽ ഒരിടത്തിരുന്ന് തപസ് ചെയ്യുന്നവരല്ല. അവർ നമ്മുടെ ഇടയിൽ തന്നെ ജീവിക്കുന്നു. അവർ ചിലപ്പോൾ കലാകാരന്മാരാകാം, ശാസ്ത്രജ്ഞന്മാർ ആകാം, കായിക താരങ്ങളുമാകാം, ഭരണാധികാരികൾ ആകാം, രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുമാകാം. അവരുടെ ജന്മലക്ഷ്യം ചിലപ്പോൾ അവർ പ്രവർത്തിക്കുന്ന മേഖലയിൽ മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നതായിരിക്കും. പക്ഷേ ഇവരുടെ ജീവിതയാത്രയുടെ തുടക്കത്തിൽ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല അവർ പ്രവർത്തിക്കുന്നത്. എന്നാൽ ഓരോ ഘട്ടങ്ങളിലും അവരെ വഴിതിരിച്ചുവിടാൻ സാഹചര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ തന്നെ വന്ന് ഭവിക്കുന്നതാണ്. മറ്റു സിദ്ധന്മാർ ഇവരെ സൂക്ഷ്മതലത്തിൽ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കാം. പ്രത്യക്ഷത്തിലോ പരോക്ഷമായോ അവരുടെ കരങ്ങൾ അവരെ വഴിതെളിക്കും. ഞാൻ പറയുന്ന ഉദാഹരണങ്ങളും അവരുടെ പേരുകളും കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. എന്നാൽ ഈ വ്യക്തികളെപ്പറ്റിയും അവരുടെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളെപ്പറ്റിയും സൂക്ഷ്മമായി പഠിച്ചാൽ ഇതിനുള്ള തെളിവുകൾ ലഭിക്കും. ആ വ്യക്തികളുടെ മതമോ ദേശമോ ഭാഷയോ വംശമോ ഒന്നും ഇതിന് ബാധകമല്ല. കാരണം നമ്മുടെ എല്ലാം ഉത്ഭവ കേന്ദ്രമായ പ്രപഞ്ചശക്തിക്ക് എല്ലാം ഒന്നാണ്. ഈ മാസ്റ്റർ സോളുകളായ സിദ്ധന്മാർ തന്നെയാണ് ഈ ലോകത്ത് കാണുന്ന എല്ലാ വംശങ്ങളുടെയും മതങ്ങളുടെയും പിന്നിൽ. ഒരു ഉദാഹരണം പറയാം. സമുദ്രത്തിൽ നിന്നും ബാഷ്പീകരിച്ചു പോകുന്ന ജലകണങ്ങൾ ഭൂമിയിൽ മഴയായി പെയ്തു ജലസ്രോതസ്സുകളിലൂടെയും ജലാശയങ്ങളിലൂടെയും തിരികെ സമുദ്രത്തിൽ തന്നെ വന്നു ചേരുന്നു. അതുപോലെയാണ് പ്രപഞ്ചതത്വവും. പ്രപഞ്ചത്തിൽ നിന്നും വന്ന നമ്മളടങ്ങുന്ന ഒരു സമൂഹം പ്രപഞ്ചത്തിലേക്കുള്ള ലക്ഷ്യം തെറ്റി ഒരു തടാകം പോലെ കെട്ടിനിൽക്കുകയാണെന്ന് വിചാരിക്കുക. ഈ തടാകത്തിലെ ജലത്തെ സമുദ്രത്തിലെത്തിക്കാൻ ചിലപ്പോൾ ഒരു കനാലിന്റെ ആവശ്യം വരും. ഈ കനാൽ പണിയുകയാണ് മാസ്റ്റർ സോളുകളുടെ ദൗത്യം. പലപ്പോഴും അത് ഒരു മതമായി രൂപം മാറിയേക്കാം. എന്നാൽ അവയുടെ ആത്യന്തികമായ ലക്ഷ്യം ഒന്നു തന്നെയാണ്. പങ്കുവയ്ക്കുന്ന ചിത്രങ്ങൾ നിങ്ങൾക്ക് അവിശ്വസനീയം ആകാം, പക്ഷേ ഇത് പ്രപഞ്ചം പകർന്നു തരുന്ന അറിവുകളാണ്. അതിൽ മാറ്റം ഉണ്ടാവുകയില്ല. കൂടുതൽ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക.